ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ചതിനെതിരെ അങ്കമാലിയിൽ വൻ പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ വെച്ച് നിയമവിരുദ്ധവും ക്രൂരവുമായ വേദനകൾക്ക് ഇരയാകേണ്ടി വന്ന സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന എന്നിവർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷ സമൂഹത്തിനും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അവർക്ക് ന്യായം സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഭരണഘടനാ വിരുദ്ധമായ സംഘം ചേരലും പീഡനവും നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ നടന്ന വൻ പ്രതിഷേധ സംഗമത്തിൽ ആയിരങ്ങൾ അണിഞ്ഞിരുന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ സന്ദേശം നൽകിയ പ്രതിഷേധ യോഗത്തിൽ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് ആമുഖ സന്ദേശം നൽകി. ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയ്ക്കിരയായി ജയിലിൽ കഴിയുന്ന ഗതികേടിന്റെ സാഹചര്യത്തിലാണ് നാം ഈ പ്രതിഷേധാഗ്നിയുമായി ഈ അങ്കമാലിയുടെ മണ്ണില് ഒരുമിച്ച് ചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഈ ഭരണകൂടമാണ് ലോകത്തോട് പറയേണ്ടത്. ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ആരാണ് എന്ന് എനിക്ക് മുമ്പേ പ്രസംഗിച്ചവരൊക്കെയും സൂചിപ്പിക്കുകയുണ്ടായി. ദൈവദാസനായ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കണ്ടത്തിൽ അച്ഛൻ ഈ സഭ സ്ഥാപിക്കാൻ ഇടയായ സാഹചര്യം ആ ദൈവദാസന്റെ കല്ലറ തുറക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയതാണ്. ആരാരും തുണയില്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്തവരായി വലിച്ചെറിയപ്പെടുന്ന കുഷ്ഠരോഗികള് തെരുവോരങ്ങളിൽ പിടഞ്ഞു മരിക്കുന്ന ഗതികേടിന്റെ സാഹചര്യത്തില് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തില് ഈ കണ്ടത്തിലച്ഛൻ ഒരു തീരുമാനമെടുത്തു. ഇങ്ങനെ പാവപ്പെട്ട കുഷ്ഠരോഗികള് ആരും തുണയില്ലാതെ പിടഞ്ഞു മരിക്കുന്ന ഗതികേടുണ്ടാകരുത്. ആ ഗതികേടിന് പരിഹാരമെന്ന നിലയിൽ ആ താപസവര്യൻ കണ്ടെത്തിയ സന്യാസിനി സമൂഹമാണ് ASMI സന്യാസിനിമാര്. ഓരോ സിസ്റ്റേഴ്സിന്റെയും അങ്കമാലി ബസിലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷത സന്ദേശം നൽകി. വികാരി ജനറൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്, അൽമായ മുന്നേറ്റം സെക്രട്ടറി PP ജനറൽ സിസ്റ്റർ മെറിൻ CMC, സിസ്റ്റർ ധന്യ ഫ്രാൻസിസ്, തുറങ്കിലടുക്കപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദര ഭാര്യ ദീപ ബൈജു എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം കൺവീനർ ഷിജോ മാത്യു സ്വാഗതവും മീര വരാച്ചൻ നന്ദിയും പറഞ്ഞു. അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി, വക്താവ് റിജു കാനുകാരൻ, സിനോബി ജോയ്, KM ജോൺ, തോമസ് ലശ്ശേരി, ഷിജൻ വർഗീസ് കൈതാരത്ത്, ജോർജി പുതുശ്ശേരി, പ്രിൻസൺ പോൾ വർഗീസ് എന്നിവരും സന്ദേശം നൽകി. അൽമായ നേതാക്കൾ പ്രസംഗിക്കുന്നു. അതിരൂപതയിലെ വൈദികരും സിസ്റ്റേഴ്സും സംഘടനാ പ്രവർത്തകരും അൽമായരും പങ്കെടുത്തു. പ്രതിഷേധാഗ്നി റാലി ചരിത്രപ്രസിദ്ധമായ അങ്കമാലി കിഴക്കേപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് അങ്കമാലി സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്ത് സമാപിച്ചു. റാലിക്ക് പ്രൊഫസർ വികാരി ജനറൽമാരായ ഫാദർ ആൻഡോ ചേരാംതുരുത്തി, ഫാദർ ജോസ് പുതിയടത്ത്, ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് മൈക്കത്തുപറമ്പിൽ, എറണാകുളം ബസിലിക്ക ഫാദർ തോമസ് മങ്ങാട്ട്, അൽമായ മുന്നേറ്റം അങ്കമാലി കൺവീനർ ബൈജു കുന്നവര, പ്രകാശ് P ജോൺ, ഫാദർ പോൾ ചെറുവള്ളി, ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ, ഫാദർ അസിൻ തൈപ്പറമ്പിൽ, ഫാദർ ജോസഫ് പാതാടൻ, SD ജോസ്, C ജെന്നീസ്, റോബി പെട്ടേൽ, ബാസ്റ്റിൻ പാറക്കൽ, റിൻസൺ പാറേക്കാട്ടിൽ, ചാൻഡു പടയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ഇടവകകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളും സിസ്റ്റേഴ്സും വൈദികരും അണിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.